നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരം ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ കരുത്തരായ റയൽ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. വരുന്ന ചൊവ്വാഴ്ച രാത്രിയാണ് ഇതിലെ ആദ്യ പാദ മത്സരം അരങ്ങേറുക. കഴിഞ്ഞ തവണ രണ്ട് ടീമുകളും സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി മുന്നേറിയിരുന്നു. അതിന് പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് ലഭിച്ചിരിക്കുന്നത്. ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഫേവറേറ്റുകൾ ഇല്ല എന്നുള്ളത് ചെൽസി ഇതിഹാസമായ ദിദിയർ ദ്രോഗ്ബ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മത്സരം ഒരു ഫൈനലിന് സമാനമാണെന്നും ദ്രോഗ്ബ ഇപ്പോൾ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളെ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിൽ ഫേവറേറ്റുകൾ ആരാണ് എന്ന് തിരഞ്ഞെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ടൂർണമെന്റ് വളരെയധികം ഓപ്പൺ ആണ്. റയൽ മാഡ്രിഡും സിറ്റിയും തമ്മിലുള്ള ഈ മത്സരം ഏറെക്കുറെ ഒരു ഫൈനൽ പോലെയാണ്. തീർച്ചയായും മത്സരത്തിൽ സർപ്രൈസുകൾ ഉണ്ടാകും. ഉറപ്പുള്ള ഒരു കാര്യം എന്തെന്നാൽ നമുക്കൊരു കിടിലൻ മാച്ച് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ദ്രോഗ്ബ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ടീമുകളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ മത്സരത്തിന് വേണ്ടി വരുന്നത്. എന്നാൽ ഏകദേശം 9 ദിവസത്തോളം റയൽ മാഡ്രിഡിന് ഈ മത്സരത്തിന് വേണ്ടി വിശ്രമം ലഭിക്കുന്നുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ 9 ദിവസത്തിനിടയിൽ 2 മത്സരങ്ങൾ അധികമായി കൊണ്ട് കളിക്കേണ്ടി വരുന്നുണ്ട്. അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.